ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് നോക്കിയാൽ ഇത് മൊത്തം ഈത്തപ്പഴമാണ് കേട്ടോ. ആവശ്യം പോലെ കൊലച്ച് കിടക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ? വിശ്വസിക്കോ? നോക്കിയേ എത്രമാത്രം കൊലയുണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 എനിക്ക് തോന്നുന്നു ഒരു 12 കൊലയോളം ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കിടക്കുക, അടിപൊളി. അതുപോലെ ഇവിടെ അടുത്തത് ഇത് കണ്ടോ? ഇത് നോക്കിയേ, ഇത് തീരെ പച്ച, മറ്റത് ഒരുവിധം കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? എൻ്റെ പൊന്നു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണാനുണ്ടോ? അതല്ല, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഈത്തപ്പഴം അവിടെ റെഡിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും ഇപ്പം ഈത്തപ്പഴത്തിൻ്റെ കാലാവസ്ഥയാണ്. ഇവിടെ എവിടെ പോയാലും ഇപ്പം ചീപ്പായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന് വില കയറി തുടങ്ങും. സാധാരണ ഇത് റമദാൻ മാസത്തിനോട് അടുത്താണ് ഈത്തപ്പഴം പഴുത്ത് റെഡിയാവുന്നത്. പക്ഷേ ഇപ്പം ഈ ഇങ്ങനെ മാസങ്ങളുടെ വ്യത്യാസം വന്ന് റമദാൻ വളരെ നേരത്തെയായി. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കാലാവസ്ഥ കുറച്ച് മാറി വന്നു. കടൽ എവിടെയും മസറ റെഡിയാക്കുന്നുണ്ട്. ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മസറ. ഇവിടെ എല്ലാം കൃഷിക്ക് വേണ്ടി ഇങ്ങനെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിളച്ച് മറിച്ച് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന എല്ലാം മസറ ഏരിയയാണ് ഈ കട. ഈ കാണുന്ന എല്ലാം ഈത്തപ്പഴത്തോട്ടങ്ങളാണ് കൂടുതലും. ഇതിൻ്റെ ഇടയിലാണ് ഇടവേള കൃഷിയായിട്ട് പലതും കൃഷി ചെയ്യുന്നത്. നാരകം, അത് ഇത്, ചപ്പ് ചവറ്, ഇങ്ങനെ. ഇത് നോക്കി, ഇതെന്തോ ഒരു മരമാണ്. അതിൻ്റെ ഇടയിൽ മുരിങ്ങയുണ്ട് കേട്ടോ. മുരിങ്ങ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോണ്ട്. മുരിങ്ങ ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് മുരിങ്ങയല്ല നമ്മുടെ മാർക്കറ്റിലൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. മുരിങ്ങക്കായും ഇവിടെ നിന്നൊക്കെ തന്നെ വരുന്നത്. പക്ഷെ ഇവിടുത്തെ മുരിങ്ങക്കായി അത്ര ടേസ്റ്റില്ല കേട്ടോ. ഒരു പ്രത്യേകിച്ച് തടി പോലെ ഇരിക്കും. അത് കാരണം മുരിങ്ങക്കായ അത്രത്തോളം ടേസ്റ്റ് അല്ല. ഇവിടെ എല്ലാം ആവശ്യം പോലെ ഈത്തപ്പഴം കൊലച്ച് നിൽപ്പുണ്ട് കേട്ടോ. ശരിക്കും ഉണ്ട്. ഇതിവിടെ പാകമായി എല്ലാം പൊഴിഞ്ഞ് താഴേക്ക് പോയി. ഇത് നോക്കി, ഇത് കണ്ട, ഇത് പൊഴിഞ്ഞ് താഴേക്ക് പോയി. അതുപോലെ ഇതേ നോക്കിയാൽ അതിൽ കണ്ടോ, ആവശ്യം പോലെ അതിലുണ്ട്. ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. എന്തൊന്നാണ് കൊലച്ച് കിടക്കുക. ഇവിടെ ഇങ്ങനെ മുരിങ്ങ മരം ഇവിടെ ഉണ്ട് കേട്ടോ. മുരിങ്ങ മരം ഇവിടെ. മുരിങ്ങയില ആരും ഇങ്ങനെ മുരിങ്ങയില എടുക്കാറില്ല. ഇനിയിപ്പോൾ മുരിങ്ങയില എടുക്കണമെന്നുണ്ടെങ്കിൽ തണുപ്പ് സമയം വരണം. ഇവിടെ കണ്ടില്ലേ, മസറ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാം വെട്ടിപ്പൊളിച്ച് എല്ലാം പൊളിച്ചിട്ടിട്ട് അടുത്ത പുതിയ കൃഷിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴം കൊല കുത്തി എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ കൊലച്ച് കിടക്കുകയാണ്. എന്താന്ന് നോക്കിയല്ലേ, ആവശ്യം പോലെ ഉണ്ട്. കുത്തി കൊലച്ച് കിടക്കുക. എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അൺലിമിറ്റഡ് ആണ്. നോക്കിയേ, ഈ മരത്തിൽ കിടക്കുന്ന പഴം നോക്കിയേ, എന്തുമാത്രം. എൻ്റെ പൊന്നു, ഇങ്ങനെയും ഈത്തപ്പഴം ഉണ്ടാവോ? എന്താന്ന് നോക്ക്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. 3 3 6 6 3 9 3 12 13 കൊലകളുണ്ട് കേട്ടോ. 13 കൊല ഈത്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 കിലോ വരും അതിനകത്ത്. കാരണം 10 അല്ലെന്ന് തോന്നുന്നു. അയ്യോ, 10 അല്ല, ഞാൻ കണക്ക് കൂട്ടിയത് വളരെ കുറവാണ്. അതിലൊക്കെ ഒരെണ്ണത്തിൽ 20 കിലോയൊക്കെ ഉണ്ടാവും. അത്രയ്ക്ക് ഈത്തപ്പഴം ഉണ്ടാവും. ചെറുതും വലുതുമായ മരങ്ങളെല്ലാം കൊലച്ച് കിടക്കുക. അതാ കണ്ടോ, ഇതെല്ലാം ഈത്തപ്പഴം. അതേ എന്താ ചെറിയ മരങ്ങൾ നോക്കി. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണം നോക്കി. എന്ത് രസമാണ് വെള്ളം അല്ലേ? വെള്ളം ഒഴുകിപ്പോന്ന് നോക്കി. അടിപൊളി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണം. ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. ഈ ചൂടത്ത് ഇറങ്ങി കുളിച്ചാലൊന്നും ആലോചിക്കണം. അത്രയ്ക്ക് വെള്ളം ഒഴുകിപ്പോവാണ്. അടിപൊളി കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. ഈ മസറകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല ആൾക്കാർ മസറകളിൽ വന്ന് കിടക്കുന്നത്. നോക്കി, ഇതേ വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ്. അടിപൊളി. എനിക്ക് കണ്ടിട്ട് ഇറങ്ങിയൊന്ന് കുളിക്കാൻ തോന്നുന്നു. പക്ഷെ വെള്ളം ചൂടായിരിക്കും, രക്ഷയുണ്ടാവില്ല. ഇതെവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം. ഇത് അത്രയും ദൂരത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നത്. ഇങ്ങനെ ഈ ചാല് കീറി ഇങ്ങനെ വിട്ടിരിക്കുകയാണ് വെള്ളം. ാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗം എല്ലാം മസറകളാണ്. കൃഷിയിടങ്ങൾ തന്നെയാണ്. മൊത്തം നോക്കിയാൽ നല്ല പച്ചപ്പില്ല. ഇവിടെ എല്ലാം കൃഷിയിടം. ഈ റോഡിൻ്റെ 2 സൈഡിലും കൃഷിയിടങ്ങളാണ്.
പിന്നെ ചിലരൊക്കെ മതിൽ കെട്ടി മറച്ചിട്ടുണ്ട്. അവരവരുടെ പേഴ്സണൽ ഫാമുകളിലേക്കും മറ്റാരും കയറാതിരിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ഈ കാണുന്നതാണ് കട. ഈ കടയിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. വളം, അത് ഇത്, ചപ്പ് ചവറ് എന്ന് വേണ്ട കൃഷിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ കിട്ടും. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ചെടികൾ, മരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു നഴ്സറിയിലേക്കാണ് പോകുന്നത് കേട്ടോ. കിട്ടും എല്ലാവിധ ചെടികളും തേന്നൊക്കെ, ചെടിയും വളവും മണ്ണും അതും ഇതും എല്ലാം ഇവിടെ കിട്ടും. നമുക്കൊന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, മുരിങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. എല്ലാം ചെടികൾ വിൽക്കുന്നതും മരങ്ങൾ വിൽക്കുന്നതിൻ്റെയും കടയാണ്. ആവശ്യം പോലെ തിരക്കാണ്. ഇപ്പം തിരക്കില്ലാത്ത, അതായത് ഈ ചൂടുകൊണ്ട് തിരക്കില്ല, അല്ലെങ്കിൽ തണുപ്പ് സമയമായാലും അടിപൊളി ജനങ്ങൾ തിരക്കാണ്. പിന്നെ ഇവിടെ ആൾക്കാർ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കുറേ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അത് അവരുടെ ഒരു ശീലമാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ മരങ്ങളും ചെടികളും ഇവിടെ ആവശ്യം പോലെ വെച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടും ഇവിടെ. പൈപ്പ്, ഓസ്, അത് ഇത്, ചപ്പ് ചവറ്, മണ്ണ് കോരാനുള്ള ഷവല്, മുളവടി, അത് ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ആവശ്യം പോലെ ചെടിയുണ്ട്. ചെടിയും അതിന് വേണ്ടുന്നുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിളാണ്. ഇതേ നോക്കി കണ്ടില്ലേ, ഇവിടെ മൊത്തം ചെടികളാണ് കേട്ടോ. ഇത് വേപ്പിലാണ്, നോക്കിയേ, വേപ്പ്, ആര്യവേപ്പിൻ്റെ ഇതാണ് കാണുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കടലാസ് ചെടിയാ, അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ കണ്ടോ, നോക്കിയേ, അരളി, പിന്നെ ഇതെന്ത് ഡാലിയ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ചെടി. ഇത് നോക്കിയേ, എവിടെ നോക്കിയാലും ആര്യവേപ്പിലയാണ് ഇവിടെ കൂടുതലും കേട്ടോ. ഇത് പിന്നെ അരളിയുണ്ട്. അത് ഇവിടെയൊക്കെ അരളിയുണ്ട്. ഇതൊരു കാട് പോലെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്കിയാൽ അവിടെയൊക്കെ ഉണ്ട്. ഇതിനകത്തോത്തൊക്കെ ചെടിയാവും, വലിയ വലിയ മരങ്ങൾ പോലുണ്ട്. മാവ്, ആവശ്യം പോലെ മാവുണ്ട് കേട്ടോ. എന്താന്ന് പേര് മറന്നുപോയി. ആര്യവേപ്പിലയാണ് ഇവിടെയൊക്കെ കൂടുതൽ, അതെനിക്ക് എന്തായാലും തീർച്ചയായിട്ടും അറിയാം. പിന്നെ അതേ നാരകം, ഇതേ നോക്കിയേ, ഇത് നാരങ്ങ, അതേ നാരങ്ങ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് നാരകം അല്ല, ഇതൊരു പ്രത്യേക തരം ഓറഞ്ച് കണക്കുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് നാരങ്ങയല്ല. നാരങ്ങ അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഉണ്ട്, ഇതുണ്ടേ, ഇത് നാരങ്ങയാണ്. ഈ കാണുന്നത് നാരങ്ങയാണ്. പിന്നെ അതേ നോക്കിയാൽ മാതളം, ഇതേ മാതളത്തിൻ്റെ ചെടിയുണ്ട് കേട്ടോ. മാതളത്തിൻ്റെ തൈകൾ ഇവിടെയൊക്കെ ഉണ്ട്. മാതളം, ഇവിടെയൊക്കെ മാതളം. പിന്നെ ബദാം, ദേ ഇവിടെ ബദാം കാച്ചി നിൽപ്പുണ്ട്. ദേ നോക്കിയേ, ബദാം കാച്ചി നിൽപ്പുണ്ട്. ബദാം കണ്ടോ, ബദാമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പട്ടുനൂൽപ്പുഴു വളർത്തുന്ന സാധനം, അതിനിട്ട് കൊടുക്കുന്ന ആ ഇലയില്ലേ, അതുണ്ട്. അതിനെന്താ പറയുക, അതുണ്ട്. മാവ് ദേ ഇവിടെ നിൽക്കുന്നുണ്ട്, മാവ് കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ കൂടുതലും മാവാണ്. ചെടിയെന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയാൽ, ഇത് നോക്കിയാൽ അഗസ്തി നോക്കിയാൽ, അഗസ്തിയുടെ പൂവൊക്കെ ഉണ്ട്, നല്ല ചുമന്ന പൂ. റോസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. റോസൊന്നും ഇവിടെ പിടിക്കില്ല, അത് കാരണമാണ് റോസ് ഇല്ലാത്തത്. എവിടെ നോക്കിയാലും. പിന്നെ ഈ സാധനം നമ്മുടെ നാട്ടിലെ കൃഷ്ണ തുളസി പോലെയാണ് കേട്ടോ. ഇതിൻ്റെ അതേ സ്മെല്ലാണ്, കൃഷ്ണ തുളസി പോലെ സ്മെല്ല്. അതുപോലെ അതേ സെയിം സ്മെല്ല് തന്നെ. അതുപോലെ ഇങ്ങനെ ചെറിയ അവിടെ എവിടെയൊക്കെ ചൊറിച്ചിലും പറ്റലും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിച്ച് തേച്ച് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ മാറി കിട്ടും കേട്ടോ. അങ്ങനെ കുറേ ചെടികളുണ്ട്. ഇവിടെ ആവശ്യം പോലെ. ഇത് കണ്ടോ, ആലോവേറ എത്രമാത്രം നോക്കി, ആവശ്യം പല ആലോവേറ ഉണ്ട് ഇവിടെ. ഈ സൗദികളുടെ വീടുകളിലെല്ലാം മിക്ക സ്ഥലത്തും ആലോവേറ ഉണ്ട്. നോക്കി നമ്മുടെ കടപ്പുറത്ത് കള്ളിമുൾ ചെടി നോക്കിയത് ഒരു മനുഷ്യനും വേണ്ടത്, നമ്മൾ എടുത്ത് കളയുന്ന സാധനം, അതുവരെ അവരിവിടെ ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ടോ, ഒക്കെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയാന്തോ മുരിങ്ങ കാണുന്നില്ല. മുരിങ്ങ അങ്ങ് അകത്തോട്ടായിരിക്കും ചിലപ്പോൾ. അല്ല, ഇവിടെ ഇങ്ങനെ ഉണ്ട് മുരിങ്ങ, അതിനകത്തോട്ടുണ്ടാവും. ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെടികളുണ്ട് കേട്ടോ. അതിനകത്ത് അതിൻ്റെ ഒന്നും പേര് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അതേ കണക്കത്തെ ചെടികളിവിടെ ആവശ്യം പോലെ ഉണ്ട്. നോക്കിയാൽ ഇതിനകത്തോട്ട് പിന്നെ ഇങ്ങനെ കിടക്കുക, ഒരു ഗോഡൗൺ മാതിരി കേട്ടോ. ഇത് നോക്കിയാൽ, അയ്യോ ഇത്ര മാത്രം ചെടികളാന്ന് നോക്കിയേ.
ഇതെല്ലാം ചെടികളാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ആവശ്യം പോലെ വളർന്നു കിടക്കുന്നത്. ഇവിടെ നാരകം, ഇതൊക്കെ നാരങ്ങൻ്റെ തൈകളാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം തൊഴിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സീസൺ ആകുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് എടുത്ത് വയ്ക്കും. നോക്കി ഇതെല്ലാം ചട്ടികളിലാക്കി മണ്ണിൽ താഴ്ത്തി വെച്ചിരിക്കുക. ഇത് കണ്ടോ, ഈന്തപ്പന ചെടികൾ ആവശ്യം പോലെ ചെറുത് തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ വീട് വെക്കുമ്പോൾ മസ്റ്റായിട്ട് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 അല്ലെങ്കിൽ 4 ഈന്തപ്പന മരങ്ങൾ വെക്കും കേട്ടോ. ചെറുത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവർ വെക്കും. ഇവിടെ കണ്ട ആല് കണ്ടോ, ഇത് അവരുടെ ഷോപ്പാണ് കേട്ടോ. ഈ ഷോപ്പിൽ എല്ലാവിധ സാധനങ്ങളും കിട്ടും. കിളികൾക്ക് വെള്ളം കൊടുക്കാനുള്ള പാത്രം, പിന്നെ കട്ടറുകൾ, തൂമ്പ, പിന്നെ ഓക്കെ പിന്നെ മണ്ണ് മാന്താനുള്ള എല്ലാ സാധനങ്ങളും, അതിൻ്റെ പ്ലംബിങ്ങിനുള്ള സാധനങ്ങൾ, അതായത് ഫാമിലേക്ക് ഉപയോഗിക്കുന്ന പ്ലംബിങ്ങിനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ സ്പ്രേ എയർ ഉണ്ട്, പിന്നെ ലൈറ്റ്സ് ഉണ്ട്. ഏത് രീതിയിലുള്ള മണ്ണ് മാന്താനുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതേ ചട്ടികളുണ്ടോ, വലിയ പ്ലാസ്റ്റിക് ചട്ടി മുതൽ ചെറിയ ചട്ടികൾ വരെയുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെടി വാങ്ങിയാൽ ആ ചെടിക്ക് ഉപയോഗിക്കേണ്ട സകല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയേ, ചെടികൾക്ക് മൂട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള പൈപ്പ്സ്, അങ്ങനെ ഇങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. നിബിൾസ് എന്ന് വേണ്ട, എന്തില്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് പുല്ലറുക്കുന്ന വാക്കത്തി വരെ, അല്ല അറുപ്പ് കത്തി വരെ ഉണ്ട് ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. അറുപ്പ് കത്തി പല രീതിയിലുള്ളതാണ്. ഇതേണ്ടേ നോക്കിയാൽ, ഇതൊക്കെ നോക്കിയാൽ ഈ സംഭവമൊന്നും നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ മെയ്ഡ് ഇൻ ചൈനയാണ്, ചൈനയുടെ സംഭവങ്ങളാണ് ഇതെല്ലാം. അത് പല മോഡലിലുള്ളതുണ്ട് കേട്ടോ. വില കുറഞ്ഞതും വില കൂടിയതും ഇങ്ങനെ കണ്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി വളഞ്ഞതായിരിക്കില്ലേ, റാ പോലെ ഇരിക്കും. ഇവിടെ വേറൊരു ടൈപ്പാണ്. ഇവിടെയുള്ള ആൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അയാൾ പറഞ്ഞു, എന്നെ വീഡിയോ എടുക്കരുത്, നിനക്ക് എന്ത് വേണോ ഇതിനകത്തൊന്ന് വീഡിയോ എടുത്തോ, ഞാൻ പുറത്തു പോകാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് ഒരു സൗദി അറേബ്യയിലെ ചെടികളും മരങ്ങളും ഒക്കെ വിൽക്കുന്ന, വൃക്ഷച്ചെടികളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇത് ദമാമിൽ നിന്ന് ജുബൈലിലേക്ക് പോകുന്ന ഹൈവേയിലാണുള്ളത് കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട്, കുറേ അധികം കടകളുണ്ട്. ഏതാണ്ട് ഒരു 1 കിലോമീറ്ററോളം ഇത് കണക്കുള്ള ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ, ചെടികൾ വിൽക്കുന്ന കടകൾ കേട്ടോ. അത് ഇപ്പോൾ സീസണല്ല, ഞാൻ പറഞ്ഞു, സീസൺ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല തിരക്കാണ്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെടികൾ വിൽക്കുന്ന കടയാണ്. നോക്കിയേ, ഇതെല്ലാം ചെടികൾ വിൽക്കുന്ന കടയാണ്. ഇവിടെ എല്ലാം ചെടികളുണ്ട് കേട്ടോ. അവരുടെ കമ്പനിയുടെ വണ്ടി വന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ പുല്ലും ഉണ്ട് കേട്ടോ, തറയിൽ പിടിപ്പിക്കുന്ന പുല്ല്. ഓക്കെ, ഇവിടെ കണ്ടോ, ഏത് ടൈപ്പിലുള്ള ചെടികൾ വേണോ, എങ്ങനെ വേണോ, ഇതെല്ലാം ഇവിടെ കിട്ടും. അവിടെ വാഴയും തെങ്ങും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കയറിയ കടയിൽ തെങ്ങും വാഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ട് കേട്ടോ, തെങ്ങ്, വാഴ, അതുപോലെ തറയിൽ വിരിക്കുന്ന പ്ലാസ്റ്റിക്, അതിന് മേളിൽ കൃഷി ചെയ്യാനുള്ള സംഭവങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊരു കാട് തന്നെ ഇവിടെ ഈ നഴ്സറികളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഇത്രയും വലിയ ബിസിനസ്സൊന്നും അല്ല, എന്നാലും ചെടികളുള്ള സ്ഥലത്ത് ആൾക്കാർ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ശരിക്കും തിരക്കുന്നുമുണ്ട്. വേണ്ടോ, അടുത്ത ഇനിയും കടകളുണ്ട്. ഇനിയും ഞങ്ങളുടെ കടകൾ കാണിക്കാൻ കിട്ടില്ല. ഇത് നോക്കിയാൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മണ്ണടക്കം, അതായത് വളക്കൂറുള്ള മണ്ണടക്കം ഇവർ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഈ കിടക്കുന്ന മണ്ണ് കണ്ട, ഇതൊക്കെ വിൽക്കാനുള്ളതാണ്. വേണ്ട, ഈ ടൈപ്പിലുള്ള പുല്ല്, ഈ കാണുന്ന ടൈപ്പിലുള്ള പുല്ല് അടക്കം ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. വീടുകളിൽ പോയിട്ട് ലോൺ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഒരു പ്രത്യേക തരം ഇതാണ് വിൽക്കുന്നത്. വെള്ള ചെടികളുണ്ട് അവിടെ. ഈ പുല്ല് അത് ഇത് ചപ്പ് അതൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇനി കൂടുതൽ കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ബൈ പറയുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി നാളെ പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.